കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ എപ്പിസോഡ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് 3 എസെൻഷ്യൽ സ്കില്ലിനെ കുറിച്ചാണ്. ഒരു ദാമ്പത്യ ബന്ധമായാലും ഒരു തൊഴിൽ മേഖലയിലായാലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ഈ 3 കഴിവുകൾ ആവശ്യമാണ്. അതിൽ ആദ്യത്തേത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ടൈം മാനേജ് ചെയ്യാനുള്ള കഴിവ്. ഈ പ്രാവശ്യം ഞാൻ പറയുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മണി മാനേജ് ചെയ്യാനുള്ള കഴിവ്. നമുക്കറിയാലോ, പല തുള്ളി പെരുവെള്ളം. ഈ പല തുള്ളികളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു പെരുവെള്ളമാക്കാനുള്ള ഒരു കഴിവ് സ്ത്രീകൾക്കും വേണം, പുരുഷനും വേണം. നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതാരും പരിഗണിക്കാറുമില്ല, പ്രാവർത്തികമാക്കാറുമില്ല. അതുകൊണ്ടുള്ള ധാരാളം കുഴപ്പങ്ങളും അസ്വസ്ഥതകളും ജീവിത പരാജയങ്ങളുമൊക്കെ ഇന്ന് സമൂഹത്തിൽ വരുന്നുമുണ്ട്. കൗൺസിലിംഗ് സെന്ററിൽ എൻ്റെ അടുത്ത് വരുന്ന പല ആളുകളുടെയും പ്രശ്നം കടം, ലോൺ, അത് തിരിച്ചടയ്ക്കാൻ വയ്യാതെ വരുമ്പോഴുണ്ടാകുന്ന ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ, ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ഭർത്താവും ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന ഭാര്യയും. ഇതെന്തായാലും ഞാൻ 2-3 പൊതു തത്വങ്ങൾ മണി മാനേജ്മെന്റിനെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ട. ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. പൈസ ഉണ്ടാക്കണം. ഒരുപാട് പേരുടെ ധാരണ പൈസ ഉണ്ടാക്കുന്നത് എന്തോ ഒരു തെറ്റാണ് എന്നുള്ള മട്ടിൽ സംസാരിക്കുന്ന ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഇത്ര പൈസ, ഞങ്ങൾക്ക് അങ്ങനെ പൈസയോടൊന്നും വലിയ ഇതില്ല, പൈസ എന്നും പറഞ്ഞ് ചാകാനൊന്നും വയ്യ. ഈ തരത്തിൽ സംസാരിക്കുന്ന രീതി ശരിയല്ല. പൈസ എന്ന് പറയുന്നത് സത്യസന്ധമായ രീതിയിൽ കൂടി പൈസ ജനറേറ്റ് ചെയ്യുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ്. അപ്പൊ ആദ്യത്തെ മണി മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം. അതിന് ഇപ്പൊ ഗവൺമെന്റ് ജോലിയോ വലിയ വൈറ്റ് കോളർ ജോബോ ഒന്നും വേണമെന്നില്ല. നമ്മുടെ മുമ്പിൽ, നമ്മുടെ സമൂഹത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പൈസ ഉണ്ടാക്കാനുള്ള നിരവധി മാർഗങ്ങളുണ്ട്. പക്ഷേ സത്യസന്ധമായിരിക്കണം എന്ന് മാത്രം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, പൈസ ഉണ്ടാക്കിയാൽ എത്ര പൈസ നിങ്ങൾ ഉണ്ടാക്കുന്നോ അതിൻ്റെ 10% മാത്രം ആ നിമിഷം നിങ്ങൾ സമ്പാദിച്ചിരിക്കണം, മാറ്റിവെച്ചിരിക്കണം. എൻ്റെ അമ്മ പണ്ട് പറയും, 4 നാഴി അരി എടുത്ത അടുപ്പിലിടുമ്പോൾ നീ 1 പിടി അരി മാറ്റിവെക്കുക. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഒരു കഷ്ടകാല സമയത്തിന് നമ്മൾക്ക് ഉതകും എന്നാണ് അമ്മ പറയുന്നത്. ഈ 1 പിടി അരിയാണ് ഇന്നത്തെ സാമ്പത്തിക വിദഗ്ധർ ഈ 10% നമ്മുടെ കൈപ്പിടിയിൽ വേണം എന്ന് പറയുന്നത്. അപ്പൊ 10% നമ്മൾ മാറ്റിവെക്കണം. നിങ്ങൾക്ക് 100 രൂപ കിട്ടിയാൽ 10 രൂപ അപ്പോൾ തന്നെ മാറ്റിവെക്കുക. 1000 രൂപ കിട്ടിയാൽ 100 രൂപ മാറ്റിവെക്കുക. 30,000 കിട്ടിയാൽ 3,000 രൂപ മാറ്റിവെക്കുക. ഇത് പല തുള്ളി പെരുവെള്ളമാകും, നിങ്ങൾക്കത് മനസ്സിലാവും. എന്ന് മാത്രമല്ല, ഇത് ഒരു സ്വഭാവശീലവും കൂടിയാണ്. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മണി മാനേജ്മെന്റിലുള്ളത്, നമ്മൾ ഇങ്ങനെ സമ്പാദിച്ചു വെച്ചാൽ മാത്രം പോരാ. ഈ 10% എന്ന് പറയുന്നത് വെറുതെ ഒരു മിനിമമാണ്. നമുക്ക് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ട് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ സമ്പാദിച്ചിരിക്കണം. അതൊരു വലിയ കഴിവാണ്. മൂന്നാമത്തത്, സമ്പാദിക്കുന്ന കാര്യം അല്ലെങ്കിൽ സമ്പാദിക്കുന്ന പൈസ വെറുതെ വെച്ചുകൊണ്ടിരിക്കേണ്ടത്. തീർച്ചയായിട്ടും അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം? ബുദ്ധിപൂർവം ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെയെങ്കിലും രൂപ ഇരട്ടിക്കുന്നതിലോ അതിലോ ഇതിലോ ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് നഷ്ടം വരാൻ ഇടവരുത്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് മാറ്റിവെച്ച് സമ്പാദിക്കുന്നതിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ വീണ്ടും അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിക്കരുത്. അതെടുത്ത് നമ്മൾ നമ്മുടെ വരുമാനത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം, അതിനെ വീണ്ടും വർദ്ധിപ്പിക്കണം. ഇങ്ങനെ 4 സ്റ്റെപ്പിൽ കൂടിയാണ് നമ്മൾ മണി മാനേജ്മെന്റ് നടത്തേണ്ടത്. 1, പണം ഉണ്ടാക്കുക. എല്ലാവരും, സ്ത്രീകൾ പ്രത്യേകിച്ചും, സ്വന്തം കാലിൽ നിൽക്കുക. അത് അഭിമാനമാണ്, അന്തസ്സാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് തീർച്ചയായിട്ടും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും മാറ്റിവെക്കുക, സമ്പാദിക്കുക. സമ്പാദിക്കുന്ന തുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യുന്നത് എടുത്തിട്ട് വീണ്ടും എവിടെയെങ്കിലും നല്ല രീതിയിൽ അതിനെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് നമുക്കൊരു മെഷീൻ, തയ്യൽ മെഷീൻ മേടിക്കാം.
അപ്പൊ നമ്മൾക്ക് വെളിയിൽ കൊടുക്കുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഇവിടെ, അതാണ് മൾട്ടിപ്ലിക്കേഷൻ. അല്ലാതെ അത് ബാങ്കിൽ കിടന്നിട്ട് നമുക്കൊന്നും കിട്ടാനില്ല, ഒരു ചെറിയ തുകയെ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നമ്മൾ സത്യസന്ധമായിട്ട് പൈസ ഉണ്ടാക്കുക, ബുദ്ധിപൂർവം ആലോചനയോടുകൂടി അത് സമ്പാദിക്കുക, ബുദ്ധിപൂർവം ചെലവഴിക്കുക, അതേപോലെ നീതിപൂർവമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് വേറെ തട്ടിപ്പിലും മറ്റും ഇരയാകരുതെന്നർത്ഥം. വീണ്ടും ആ രൂപ എടുത്ത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുക. ഇത് ഒരു കോഴിയെ മേടിക്കുന്നതും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൻ്റെ മുട്ട കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് പുറത്തെടുക്കുന്നത് അത് മൾട്ടിപ്ലിക്കേഷനാണ്. ഈ രീതിയിൽ ഒരു സ്ത്രീ വിചാരിച്ചാലും ഒരു വീടിനെ മണി മാനേജ്മെന്റിന്റെ ഒരു സമൃദ്ധമായ മേഖലയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാർക്കും മണി മാനേജ്മെന്റ് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ലക്കത്തിൽ വീണ്ടും റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ഞാൻ വരുന്നതാണ്. Till then.